ഇതാണ് ഒറിജിനൽ ടർക്കിഷ് കോഫി. ഉണ്ടോ? ടർക്കിഷ് കോഫി ആയി. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എന്തെടുത്താലും അപ്പം തന്നെ കൈയോടെ നമ്മൾ അത് കഴുകി വെക്കണം കേട്ടോ. അതാണ് ഇവിടുത്തെ രീതി. അവിടെ നമ്മൾ ചെയ്യുന്ന ആ ഭാഗം ക്ലീൻ ആൻഡ് ക്ലിയർ ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ആ കഴിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് കഴിക്കുന്ന ആ എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ അതുണ്ടാക്കുന്ന ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും അതേപോലെ തന്നെ ഒരു ടേസ്റ്റും നല്ല കൂടുതലായി കിട്ടും എന്നാണ് ഇവിടത്തെ എന്നല്ല എല്ലാവിടേക്കും പൊതുവേ ഉള്ളൊരു ടോക്ക് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുടിക്കണ്ട, ഇറ്റ്സ് ഗുഡ്, റിയലി ഗുഡ്. അപ്പോൾ ടർക്കിഷ് കോഫി ഉണ്ടാക്കാൻ ആഗ്രഹം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റേതായ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ വീട്ടിൽ വെറുതെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. എന്നല്ല, ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായിരിക്കും, ചിലപ്പോൾ ഫെയിൽഡായി എന്ന് വരും. പക്ഷെ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ട. അടിപൊളിയാണ് സംഭവം. ഞാൻ കുടിച്ച് എനിക്ക് എൻ്റെ ഒരു ഇതിൽ അടിപൊളിയാണ്. ഞാൻ കുടിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തൊന്നുമില്ലല്ലോ. അപ്പോൾ കുടിച്ച് നോക്കുക, ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് അടിപൊളിയാണ്. ക്ലൈമറ്റും ആംബിയൻസും എല്ലാം ഒരു വേറെ വൈബാണ്. നമ്മുടെ വിജയ് സാർ പറയുന്നത് പട്ടേ കളപ്പള.